إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. വികലമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടാണ് ആരാധനകളും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതെങ്കിൽ അവ നിഷ്ഫലമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ഫമൻ യഅമൽ മിനസ് സ്വാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്റാന ലിസഅയിഹി വ ഇന്നാ ലഹു കാതിബൂൻ. ആരാണ് സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, അവരുടെ പരിശ്രമങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല. നാം അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റൊരു വചനത്തിൽ ഒമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. സത്യവിശ്വാസിയായിക്കൊണ്ട് പരലോകത്തെ ലക്ഷ്യമാക്കി അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ആരു ചെയ്തുവോ അവരുടെ ആ പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്വീകരിക്കപ്പെടും. പലരും ഏറെ അധ്വാനിച്ചും പരിശ്രമിച്ചും ചെയ്ത കർമ്മങ്ങൾ പരലോകത്തെത്തുമ്പോൾ ശൂന്യമായി പോകുന്ന അവസ്ഥ വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ ഗാശിയയുടെ തുടക്കം ഹൽ അതാക ഹദീസുൽ ഗാശിയ ഉജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. അധ്വാനിച്ച് പണിപ്പെട്ട് അങ്ങനെ ക്ഷീണിച്ച് തങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായ അവസ്ഥയിലെത്തിയവരെ കുറിച്ചാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. നാം അവർ ചെയ്ത കർമ്മങ്ങളിലേക്ക് അടുക്കും, അവയെ ചിതറപ്പെട്ട ധൂളികളെപ്പോലെ ആക്കും എന്ന് അല്ലാഹു വ്യക്തമാക്കി. ഈ അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? ധാരാളം കാരണങ്ങൾ അതിന് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം വിശ്വാസത്തിൽ വരുന്ന തകരാറുകളെക്കുറിച്ചാണ്. അള്ളാഹുവിനെക്കുറിച്ച് അവൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുവോ ആ നിലക്ക് തന്നെ അവനെ മനസ്സിലാക്കി വേണം ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും നാം മുഴുകാൻ. ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ഇബാദത്തുകളിലും പിന്തുടർന്നുകൊണ്ട്
കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ റസൂലുള്ളയെക്കുറിച്ചും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ മനസ്സിലാക്കാനും സാധിക്കണം. കഴിഞ്ഞ ഖുതുബയിൽ തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പോലെ അതിന്റെ തുടർച്ചയെന്നോണം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന് പ്രഖ്യാപിക്കുന്ന നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എങ്ങനെ ഉൾക്കൊള്ളണം, അതും വിശ്വാസകാര്യത്തിൽ പ്രധാനമാണ്. സൂറത്തുൻ നംലിലെ 65-ാം വചനമായ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് ആകാശങ്ങളിലോ ഭൂമിയിലോ അല്ലാഹുവല്ലാത്ത ഒരാളും അദൃശ്യമറിയുന്നവനായി ഇല്ല എന്നാണ്. മരണപ്പെട്ടുപോയ നബിമാരടക്കം ആരും അവർ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യവും അറിയുകയില്ല എന്നാണ്. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വമൻ സഅമ അന്നഹു യുഖ്ബിറു ബിമാ യകൂനു ഫീ ഗദ്. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നടക്കുന്ന കാര്യം അറിയും, പറഞ്ഞുതരും എന്ന് വാദിച്ചാൽ ഫഖദ് അഅ്ളമൽ ഫരിയ്യത അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ അത്തരക്കാർ വമ്പിച്ച കളവാണ് കെട്ടിച്ചമച്ചത് എന്നാണ്. വല്ലാഹു യഖൂൽ. ഇത് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹു പറയുന്നു ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹുവന്നല്ലാതെ ഗൈബ് അറിയുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിരിക്കെ മുഹമ്മദ് നബി നാളത്തെ കാര്യം പറയും, പറഞ്ഞു തരുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ, വിശ്വസിച്ചാൽ അവർ അല്ലാഹുവിന്റെ മേലാണ് കളവ് വെച്ചു കെട്ടുന്നത് എന്നാണ്. ഇന്ന് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയും, തന്റെ വഫാത്തിന് ശേഷവും ലോകത്ത് നടക്കുന്ന എല്ലാം അറിയുന്നു റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ പലരും വിശ്വസിക്കുന്നു, പലരും അത് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ മീഡിയകളിലൊക്കെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ വളരെ സജീവമായ ചർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയകമായി നാം അറിയേണ്ടത് അള്ളാഹു എന്താണ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. അദൃശ്യം എന്നത് അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യമാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അള്ളാഹുവിന്റെ അരികിലാണ് അദൃശ്യത്തിന്റെ താക്കോലുകൾ, അത് അവനല്ലാതെ മറ്റാരും അറിയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു വൃക്ഷത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഇലകളെക്കുറിച്ച് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിലെ അന്ധകാരങ്ങളിൽ എവിടെങ്കിലും ഒരു അണുമണിത്തൂക്കം, ഒരു ധാന്യമണി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് അല്ലാഹു കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖെന്ന് നാം വിശ്വസിക്കേണ്ട മഅസൂമായ മഗ്ഫൂറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളയോട് പോലും അല്ലാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞത് ഖുൽ ഇന്നി ലാ അംലികു ലക്കും ളർറൻ വലാ റഷദ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരിതം, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തരാൻ അത്തരമൊരവസ്ഥ ഞാൻ അധീനമാക്കുന്നില്ല. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ. അല്ലാഹുവിനെ കൂടാതെ അല്ലാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അല്ലാഹുവിനെ കൂടാതെ എനിക്ക് പോലും ഒരു അഭയസ്ഥാനമില്ല എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. മറ്റൊരു വചനത്തിൽ കാണാം ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. ഞാൻ സ്വന്തമായി എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ, ഒരു ഉപദ്രവം ചെയ്യാൻ, നിങ്ങൾക്കത് ചെയ്തു തരാൻ, നിങ്ങളൊരു ഉപദ്രവത്തിന് തടുക്കാൻ അത്തരമൊരു കഴിവും
ഞാൻ അധീനപ്പെടുത്തുന്നില്ല അള്ള ഉദ്ദേശിച്ചതല്ലാതെ. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈരി വമാ മസ്സനിയസ്സൂ. എനിക്കെങ്ങാനും ഗൈബറിയുമായിരുന്നെങ്കിൽ ഒരുപാട് നന്മകൾ മുൻകൂട്ടി എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നെ ഒരു തിന്മയും ഒരപകടവും എന്നെ ബാധിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ അവസ്ഥയില്ല. ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. വിശ്വാസികളായ ജനതക്ക് ഒരു താക്കീതുകാരനായും ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നവനായും ഒരു പ്രവാചകനായി ഞാൻ നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രം. റസൂലുള്ള പോലും പറഞ്ഞതെന്താ? വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും. എന്നെ കൊണ്ട് അല്ലാഹു എന്താണ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് എന്ത് അല്ലാഹു ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. എനിക്ക് വഹയ്യായി നൽകപ്പെട്ടതെന്തോ അത് പിന്തുടരുന്നവൻ മാത്രമാണ് ഞാനെന്നാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നബിക്കും യഥേഷ്ടം ഒയ്ബറിയും എന്ന വിശ്വാസം വെച്ചു പുലർത്താൻ തെളിവുകളുടെ പിൻബലമില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നബിമാരുടെ ജീവിതകാലത്ത് അറിയിച്ചു കൊടുത്ത ചില കാര്യങ്ങൾ മാത്രമാണ് നബിമാർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒട്ടേറെ സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളൊക്കെ പലപ്പോഴും ഒരു പരീക്ഷണ ഘട്ടമെന്ന നിലക്ക് റസൂലുള്ള നേരിട്ട കാര്യങ്ങളുമാണ്. റസൂലുള്ളാഹ്ക്ക് ഗൈബറിയുമെങ്കിൽ അതൊന്നും പ്രവാചകനെ ബാധിക്കില്ലായിരുന്നു. ഒരു യുദ്ധവേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. ആ മാല എവിടെ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടില്ല. ഖൈബറിൽ ഒരു ജൂത സ്ത്രീ ഭക്ഷണത്തിൽ വിഷം കലർത്തി റസൂലുള്ളയെയും അനുചരന്മാരെയും സൽക്കരിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കാൻ ചെന്നു. ആ ഭക്ഷണം നാവിൻ തുമ്പിൽ തട്ടിയപ്പോഴാണ് കഴിക്കല്ലേ കഴിക്കല്ലേ, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത്. അപ്പോഴേക്കും ആ ഭക്ഷണം കൂടെ ഉണ്ടായിരുന്ന ബിശ്ർ ഇബ്നുൽ ബർറാ റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിച്ചു, അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. എന്താ ഇത് സംഭവിക്കാൻ കാരണം? അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്ക്ക് പോലും ഗൈബറിയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബിർ മഊന സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ലോകത്ത് ഏതൊരു മുസ്ലിമും ദുഃഖിക്കുന്ന, അവൻ ദുഃഖത്തോടെ മാത്രം വായിക്കുന്ന സംഭവമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജാഅ നാസുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചില മനുഷ്യന്മാർ വരികയാണ്. അവർ പറഞ്ഞു, ഇബ്അസ് മഅനാ റിജാലൻ യുഅല്ലിമൂനൽ ഖുർആന വസ്സുന്ന. ഞങ്ങളുടെ നാട്ടിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടെയുള്ള കുറച്ച് ആളുകളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. എന്തിന്? ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിക്കാൻ. فبعث إليهم 70 رجلا من الأنصار يقال لهم القراء. 70 സ്വഹാബികളെയാണ് റസൂലുള്ള അവരുടെ കൂടെ പറഞ്ഞയച്ചത്. അവരാണ് ഖുർആഉകൾ. വിശുദ്ധ ഖുർആൻ യഥാവിധി പഠിച്ചു മനസ്സിലാക്കിയ, അത് പഠിപ്പിക്കാൻ കഴിവുള്ള 70 ആളുകളെയാണ് പറഞ്ഞു വിട്ടത്. പക്ഷെ ഇവർ റസൂലുള്ള വിടുന്നവരെ വഞ്ചിച്ചു കൊല്ലാൻ തീരുമാനിച്ചു വന്നതായിരുന്നു. ആ 70 പേരെയും കൊന്നുകളഞ്ഞു അവർ. ഈ കൊണ്ടുപോയ ഇവർ ഞങ്ങളെ കൊല്ലുകയാണ് എന്ന് മനസ്സിലായപ്പോ അവിടെ വെച്ച് റസൂലുള്ള പറഞ്ഞയച്ച ഇവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഹദീസുകളിലുണ്ട്. അല്ലാഹുമ്മ ബല്ലിഗ് അന്നാ നബിയന. അല്ലാഹുവേ, ഞങ്ങളെ ഒരു നല്ല ഉദ്ദേശത്തിനാണല്ലോ ഇവരുടെ കൂടെ റസൂലുള്ള വിട്ടത്. പക്ഷെ ഞങ്ങൾ അകപ്പെട്ട ഈ പ്രയാസം റസൂലുള്ളയെ ഒന്ന് അറിയിക്കണം. അവർ റസൂലുള്ളയോട് തേടിയോ? റസൂലുള്ളയോട് പ്രാർത്ഥിച്ചോ? അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ബല്ലിഗ് അന്നാ നബിയന, ഞങ്ങൾ അകപ്പെട്ട ഈ പരീക്ഷണത്തെക്കുറിച്ച് ഞങ്ങളുടെ നബിക്ക് നീ വിവരം നൽകണേ. അവർ കൊന്നുകളഞ്ഞ ആ സമൂഹത്തെ. അവർക്കെതിരിലാണ് ഒരു മാസക്കാലം 5 വഖത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാസിലത്തിന്റെ ഖുനൂത്ത് നിർവഹിച്ചത് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് എന്താ? അള്ളാഹു മാത്രം അറിയുന്ന ഗൈബ് റസൂലുള്ളാഹിക്ക് പോലും അറിയില്ല. റസൂലുള്ളയുടെ കാര്യം മാത്രമല്ല, കഴിഞ്ഞു പോയ നബിമാരുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്.
സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ള കൊടുത്ത എത്ര മോജിസത്തുകളും അനുഗ്രഹങ്ങളുമുണ്ട്. എന്നിട്ട് പോലും യമനിലെ തൊട്ടടുത്ത പ്രദേശമായ യമൻ നിവാസികൾ സൂര്യനെ ആരാധിക്കുന്നവരാണ് അവരെന്ന വിവരം സുലൈമാൻ നബിക്ക് മനസ്സിലാക്കി കൊടുത്തത് ഹുദുഹുദ് എന്ന പക്ഷി അവിടെ പോയി വന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവര് സൂര്യാരാധകരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനുഷ്യരൂപത്തിൽ മലക്കുകൾ വന്നു ഇബ്രാഹിം നബിയുടെ അടുത്ത്. അതിഥികൾ വന്നതല്ലേ എന്ന് കരുതി ഭക്ഷണം തയ്യാറാക്കുന്നു. ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോ കഴിക്കൂ, ഇതാ ഭക്ഷണമെന്ന് പറയുന്നു. അവസാനം വന്നവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാനും ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കാനും വന്ന അള്ളാന്റെ മലക്കുകളാണ് എന്നാണ്. ഇബ്രാഹിം നബി ഖലീലുള്ളക്ക് പോലും വന്നിരിക്കുന്നത് മലക്കുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബ് റസൂലുള്ള അടക്കമുള്ള ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. ആ ആയത്തുകളൊക്കെ വിശദീകരിച്ചതാ അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മഹുല്ല തന്റെ തഫ്സീറിൽ പറയാണ്, വഹാദിഹിൽ ആയാത്തുൽ കരീമത്തു മുബയ്യിനത്തുൻ ജഹല മൻ യഖ്സുദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വയദ്ഉഹു ലിഹുസൂലി നഫ്ഇൻ ഔ ദഫ്ഇ ളുദ്ദിൻ. ഈ പറഞ്ഞ ആയത്തുകളൊക്കെ വ്യക്തമാക്കുന്നത് ആരെങ്കിലും റസൂലുള്ളയെ ലക്ഷ്യം വെച്ച് ആ റസൂലുള്ളയോട് പ്രാർത്ഥിക്കുന്നു, എന്തിന്? ഒരു ഉപകാരം കിട്ടാൻ, ഒരു ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അത്തരക്കാരുടെ അജ്ഞത, അവരുടെ അറിവില്ലായ്മയാണ് ഈ ആയത്തുകളൊക്കെ വ്യക്തമാക്കുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഇസ്രാഇന്റെ അവസാന ഭാഗത്ത് കാണും, ശത്രുക്കൾ വന്ന് റസൂലുള്ളയോട് പറയാണ്, വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. മുഹമ്മദേ, നിന്നിൽ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല, നീ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഉറവ, ഒരു അരുവി ഒഴുക്കി തരണം. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ, അല്ലെങ്കിൽ ഈത്തപ്പനയുടെയോ മുന്തിരിയുടെയോ തോട്ടം നീ ഉണ്ടാക്കി തരണം. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, ആ തോട്ടത്തിന് നടുവിലൂടെ വെള്ളമൊഴുകുന്ന നദി ഒഴുക്കണം. ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫൻ, അല്ലെങ്കിൽ ആകാശത്തെ കഷ്ണം കഷ്ണമായി ഞങ്ങളുടെ നേരെ നീ വീഴ്ത്തണം. ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല, അല്ലെങ്കിൽ അല്ലാഹുവിനെയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി ഇവിടെ കൊണ്ടുവരണം. ഔ യകൂന ലക ബൈത്തും മിൻ സുഖുറുഫിൻ ഔ തർഖാ ഫിസ് സമാ, നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകണം, അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കയറിപ്പോകണം. വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ, നീ ആകാശത്തിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാ പോരാ, അതിന് തെളിവെന്നോണം ഒരു കിതാബുമായി, ഒരു ഗ്രന്ഥവുമായി നീ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരണം. ഇതൊക്കെ നീ ചെയ്താൽ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കും. എന്താ അള്ളാഹ് പറഞ്ഞത്? ഖുൽ സുബ്ഹാന റബ്ബി അൽ കുന്തു ഇല്ലാ ബശറ റസൂല. മുഹമ്മദ് നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, എന്റെ റബ്ബ് എത്ര പരമ പരിശുദ്ധനാണ്, ഞാനൊരു ദൂതനായ മനുഷ്യനല്ലാതെ മറ്റാരാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിക്ക് വല്ല കഴിവുണ്ടെങ്കിൽ അന്ന് വളരെ ന്യൂനപക്ഷമാണ് കൂടെയുള്ളത്. ഇസ്ലാമിന്റെ ശക്തി ആവശ്യമുള്ള കാര്യം, പക്ഷേ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ? ഇതാണ് റസൂൽ, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ഇങ്ങനെ വിശ്വസിച്ചാവണം നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മഹാനായ ഈസ അലൈഹിസ്സലാം പരലോകത്ത് അല്ലാഹുവിനോട് പറയുന്ന ഒരു കാര്യം ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിലുണ്ട്. റസൂലുള്ളാഹി ഹൗളിന്റെ അടുത്ത് വരുമ്പോൾ ആ ഹൗളിൽ നിന്ന് കുടിക്കാൻ വേണ്ടി ഉമ്മത്ത് ധൃതി കൂട്ടും. അപ്പോ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹൗളിൽ നിന്ന് അകറ്റും. അപ്പോ റസൂലുള്ളാഹി പറയും, ഉസൈഹാബി ഉസൈഹാബി, അല്ലാഹുവേ ഇവരൊക്കെ എന്റെ അനുചരന്മാരാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. മുഹമ്മദ് നബിയെ, താങ്കളുടെ കാലശേഷം അഥവാ താങ്കൾ മരണപ്പെട്ട ശേഷം ഇവരെന്തൊക്കെയാണ് ദീനിൽ കടത്തിക്കൂട്ടിയത്,
എന്ന കാര്യം താങ്കൾക്കറിയില്ല എന്നാണ്. ഇത് കേൾക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅഖൂലു കമാ ഖാല ഈസ ഇബ്നു മറിയം. ഈസ അലൈഹിസ്സലാം പരലോകത്ത് വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ അപ്പ പറയും. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹുവേ, ഞാൻ അവരിൽ ഉള്ള കാലമത്രയും ഞാൻ അവരെ കണ്ട് അവർക്ക് സാക്ഷിയായവരാണ്. പക്ഷെ നീ എന്നെ മരണപ്പെടുത്തിയപ്പോൾ, പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ, പിന്നെ അവരുടെ കാര്യം അറിയുന്നത് നീ മാത്രമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വഫാത്തിന് ശേഷം ഈ ലോകത്ത് നടക്കുന്ന ഒന്നും റസൂലുള്ളാഹിക്ക് അറിയില്ല. അവര് ബർസഖി ലോകത്താണ്. മരണപ്പെട്ട നബിമാരാവട്ടെ, ശുഹദാക്കളാവട്ടെ, സജ്ജനങ്ങളാവട്ടെ, ആരും അവരൊക്കെ ബർസഖി ലോകത്താണ്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അത് അനുഭവിക്കുമ്പോഴാണ് ആ ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥാനമില്ലേ, മഹത്വമില്ലേ? എല്ലാ മഹത്വങ്ങളുമുണ്ട്. ആ മഹത്വവും എല്ലാം മനസ്സിലാക്കി ആ പ്രവാചകനെ ആദരിച്ച് ആ പ്രവാചകന്റെ ചര്യ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ ആ റസൂലുള്ളാഹിക്ക് പോലും തന്റെ ജീവിതകാലത്ത് ഒയ്വറിയാൻ കഴിഞ്ഞിട്ടില്ല. മരണശേഷം പോലും അതൊന്നും അറിയാൻ കഴിയില്ല. ഇത് ദീനിന്റെ അടിസ്ഥാന വിഷയമായതുകൊണ്ട് മുസ്ലിം സമൂഹം ഭൂരിപക്ഷം ആളുകളും ഇതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് കൊണ്ട് സൂചിപ്പിച്ചതാണ് ഈ വിഷയം. ഇതുപോലുള്ള വിഷയം നമ്മുടെ ദീനിയായ അറിവുകളിൽ നാം മനസ്സിലാക്കി തന്നെ ജീവിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച ആദർശമനുസരിച്ച് ജീവിക്കാനും എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും അല്ലാഹു തൃപ്തിപ്പെടുന്ന വിശ്വാസിയായി മരിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി സഹായിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു അവന്റെ ഫളലും ബറക്കത്തും നിഅ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഗ്ഇത്നാ ഗൈഥൻ മുഗീഥ. اللهم اغثنا غيثا مغيثا. اللهم اغثنا غيثا مغيثا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم اشف مرضانا واخواننا المسلمين الموحدين يا ارحم الراحمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. قوموا إلى صلاتكم.